പണ്ട് കുട്ടിക്കാലത്ത് രാമായണം സീരിയലൊക്കെ കാണുമ്പോൾ സിന്തോൾ സോപ്പിന്റെ ഒരു പരസ്യം വരാറുണ്ടായിരുന്നു. കടൽ തീരത്തുകൂടി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഹിന്ദി സൂപ്പർ താരം വിനോദ് ഖന്നയുടെ. അദ്ദേഹത്തിന്റെ ആൺമക്കളിൽ പ്രശസ്തനായിരുന്നു രാഹുൽ ഖന്ന എന്ന മോഡൽ. അന്നത്തെ MTVയിലൊക്കെ തിളങ്ങുന്ന താരമായിരുന്നു അദ്ദേഹം. എന്നാൽ അത്രയൊന്നും മുഖസൗന്ദര്യമില്ലാത്ത, ശരീര സൗന്ദര്യമില്ലാത്ത കഷണ്ടിത്തലയനായ ഒരു മകനുണ്ട് അദ്ദേഹത്തിന്. ഇന്ന് ഹിന്ദി സിനിമയിൽ ഏറ്റവും താരമായി നിൽക്കുന്ന അക്ഷയ് ഖന്ന. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദുരന്തർ സിനിമ കാണാൻ പോയി. സിനിമയിലെ ഹീറോ അജാനബാഹുവായ, പുരുഷ സൗന്ദര്യത്തിന്റെ പര്യായം എന്ന് പറയാൻ പറ്റുന്നത്ര സൗന്ദര്യമുള്ള രൺവീർ സിംഗ് ആണ്. എന്നാൽ ആ സിനിമയിൽ മിന്നിത്തിളങ്ങിയത് റഹ്മാൻ ദാക്കേത്ത് എന്ന പാകിസ്ഥാനി തീവ്രവാദിയായി അഭിനയിച്ച അക്ഷയ് ഖന്നയാണ്. അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന ചില രംഗങ്ങൾ നമ്മെ കോരിത്തരിപ്പിക്കും. ബലൂജി സംഗീതത്തോടൊപ്പം അദ്ദേഹം ചെയ്യുന്ന ശരീര ചലനങ്ങൾ ഇന്ന് ലോകം മുഴുവൻ ഏറ്റുപിടിച്ചിരിക്കുന്നു. ഇത്ര നിശബ്ദമായി എങ്ങനെ ഇത്ര വലിയ രംഗങ്ങൾ അഭിനയിക്കുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അനാവശ്യമായ എക്സ്പ്രഷൻസ് ഇല്ല, കണ്ണിൽ പോലും അനാവശ്യമായ ചലനങ്ങളില്ല. എന്നാലും ഏറ്റവും മൈന്യൂട്ടായ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് അക്ഷയ് ഖന്ന. സത്യത്തിൽ റഹ്മാൻ ദാക്കേത്ത് എന്ന സ്വന്തം അമ്മയെയും അച്ഛനെയും കൊല്ലുന്ന ക്രൂരനായ വില്ലനെ സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന തരത്തിലാണ് അക്ഷയ് ഖന്ന അഭിനയിച്ചിരിക്കുന്നത്. ഛാവ സിനിമയിൽ അക്ഷയ് ഖന്ന ഔറംഗസേബ് എന്ന ക്രൂരനായ മുഗൾ രാജാവാണ്. ഏറ്റവും മൃഗീയമായാണ് അയാൾ സംഭാജി മഹാരാജാവിനെ കൊല്ലുന്നത്. എന്നാൽ കൊന്നതിന് ശേഷം അയാൾ സംഭാജിയെ ബഹുമാനത്തോടെ ചില വാക്കുകൾ പറയുമ്പോൾ അക്ഷയ് ഖന്ന എന്ന നടന്റെ മാസ്മരിക അഭിനയം നമ്മൾക്ക് കാണാം. വിക്കി കൗശലിനെയും രൺവീർ സിംഗിനെയും പോലെയുള്ള സുന്ദര പുരുഷന്മാരായ ഹീറോകളെക്കാൾ സിനിമയിൽ വില്ലൻ മികച്ചു നിൽക്കണം എങ്കിൽ അത് ഒരു നടന്റെ അസാമാന്യമായ മികവാണ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വന്ന ദിൽ ചാത്താ ഹേ സിനിമയിൽ അമീർ ഖാന്റെയും സെയ്ഫ് അലി ഖാന്റെയും കൂടെ സുഹൃത്തായി അഭിനയിച്ച അക്ഷയ് ഖന്നയെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. തന്നെക്കാൾ ഒരുപാട് പ്രായം കൂടുതലുള്ള ഒരു സ്ത്രീയെ പ്രണയിക്കുന്ന ചെറുപ്പക്കാരനായ സിദ്ധാർത്ഥ് ഖന്ന. ഒരു ഗൗരവവുമില്ലാതെ ജീവിക്കുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ വളരെ ഗൗരവമായ ജീവിതത്തെ കാണുന്ന ഒരു സുഹൃത്ത്, അതും വ്യത്യസ്തമായ കഥാപാത്രം. താൽ എന്ന സിനിമയിൽ ഗ്രാമീണ പെൺകുട്ടിയായ ഐശ്വര്യ റായിയെ കല്യാണം കഴിക്കുന്ന കോടീശ്വരന്റെ മകനായ മാനവ് എന്ന കഥാപാത്രമായിരുന്നു. കല്യാണത്തിന് ശേഷം അവരിലുണ്ടാകുന്ന അകൽച്ചയും നർത്തകിയും പാട്ടുകാരിയുമായ ഭാര്യ പ്രശസ്തിയാവുന്നതിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയായി പോകുന്ന ഒരു വ്യത്യസ്ത ചിത്രം. എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. ഇന്ത്യൻ സിനിമയിലെ നിശബ്ദ പ്രതിഭ എന്നാണ് അക്ഷയ് ഖന്നയെ വിശേഷിപ്പിക്കാറ്. അഭിനയ മികവ് കൊണ്ടും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും സ്വന്തം ഇടം കണ്ടെത്തിയ അപൂർവം അഭിനേതാക്കളിൽ ഒരാൾ. അമിത പ്രചാരണമോ താരകോലാഹലങ്ങളോ ഇല്ലാതെ ശാന്തവും ഗൗരവവുമായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ നടൻ. ബോളിവുഡിലെ തിളക്കമുള്ള ജീവിതത്തിനിടയിലും വളരെ ലളിതമായും സ്വകാര്യത കാത്തു സൂക്ഷിച്ചും ജീവിക്കുന്ന വ്യക്തിയാണ് അക്ഷയ്. 50 വയസ്സ് പിന്നിട്ടിട്ടും അദ്ദേഹം വിവാഹിതനായിട്ടില്ല. താൻ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളാണെന്നും സ്വന്തം ജീവിതത്തിൽ പൂർണ്ണ നിയന്ത്രണം ആഗ്രഹിക്കുന്നതിനാൽ വിവാഹം കഴിക്കില്ല എന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് ചോദിച്ചപ്പോൾ മുംബൈയിൽ നിന്നും ദൂരെ മാറി ഒരു ഗ്രാമത്തിൽ തനിക്കൊരു ചെറിയ വീടുണ്ട്, അവിടെ പോയി നിൽക്കാൻ, അവിടുത്തെ പൂന്തോട്ടത്തിൽ പണിയെടുക്കാൻ, ഇന്ത്യൻ ഫിലോസഫി പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചിരിക്കാൻ തനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദുരന്തർ സിനിമയിലും അങ്ങനെ തന്നെയാണ്. കാണുമ്പോൾ ഏറ്റവും ശാന്തൻ, സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് നീയാണെൻ്റെ ജീവൻ എന്ന് പറയുന്ന വില്ലൻ, സ്വന്തം മക്കൾക്ക് അപകടം വരുമ്പോൾ നിയന്ത്രണം വിടുന്ന അച്ഛൻ, അതേസമയം മുംബൈ ഭീകരാക്രമണം പോലെയുള്ള തീവ്രവാദത്തിൻ്റെ സൂത്രധാരന്മാരിൽ ഒരാൾ. എന്തു മനോഹരമായിട്ടാണ് ഈ വ്യത്യസ്ത ഭാവങ്ങൾ ആ മെലിഞ്ഞൊട്ടിയ മുഖത്ത് മാറി മാറി വരുന്നത്. ഒരു മഹാനടന്റെ ലക്ഷണമാണത്. ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സിനിമയ്ക്ക് തിരിച്ചു കിട്ടിയ ഭാഗ്യം.
വെള്ളിക്കരണ്ടിയുമായി ജനിച്ചിട്ടും അതിനോടൊന്നും താല്പര്യമില്ലാതെ ഏകാന്തമായി ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ. ഒരുതരം ആത്മീയമായ അന്വേഷണം കൂടിയാകാം ചിലപ്പോഴത്. ദാവൂദിനെ പോലെയുള്ളവരുടെ അധോലോക ഭരണത്തിൽ നിന്നും ബോളിവുഡ് സിനിമയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ലക്ഷണം കൂടിയാണ് ദുരന്തർ എന്ന സിനിമയും അക്ഷയ് ഖന്ന എന്ന നടനും. रहमान डकैत की दी हुई मौत बड़ी कसाई नुमा होती है.